ഹലോ, അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ രാത്രിയിൽ വീഡിയോ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് അതൊന്ന് ഇട്ടിട്ടേ കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. കാരണം നാളെ റമദാൻ ഒന്ന് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ലാസ്റ്റ് നിമിഷം വരെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളുമായിട്ട് ഞാനൊരു 8 മണിയായപ്പോഴാണ് വീട്ടിലെത്തിയത് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം എന്താണെന്നറിയാലോ, അത്രയും ടൈമില്ല. കുറച്ച് ടൈമേ പിന്നെ നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇതെല്ലാം വരുതി കുറച്ച് മട്ടനും ചിക്കനും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫ്രിഡ്ജിലാക്കി ഐസ്ക്രീം ഒക്കെ വാങ്ങി അതെല്ലാം ഞാനൊന്ന് ഫ്രീസറിലോട്ട് എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഒരു 2 ആഴ്ചയെങ്കിലും ഒന്ന് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെന്ന് കരുതി വാങ്ങിയതാണ് കേട്ടോ. ചീസും അതുപോലെ സമോസ ലീഫും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. കാരണം മോനും മോളൊക്കെ നോമ്പ് പിടിക്കുന്നുണ്ട്. അവർക്ക് എന്തായാലും സമോസ അതുപോലെ ഈ പിസ്സ ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മസാല ചീസും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. പിന്നെ ഈ 2 മാങ്ങ കണ്ടില്ലേ, ഇന്ന് ഞാൻ രാവിലെ വീട്ടിലും കൂടി പോയിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ വീട്ടിലുണ്ടായിരുന്ന 2 മാങ്ങയാണ് കേട്ടോ. അതൊന്ന് അച്ചാറിടാന്ന് കരുതി വാങ്ങിയത്. ഈന്തപ്പഴമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ കാഷ്യൂനട്ട് ഇതൊക്കെ വാപ്പിച്ച് വാങ്ങി തന്നതാണ് കേട്ടോ. അപ്പോൾ അവരും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വലിയൊരു ബോക്സ് ആയിട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തെടുക്കായിരുന്നു എല്ലാവരും കൂടെ. ഈ കവറിലും ഫുള്ളായിട്ട് മൈദമാവും അതുപോലെ ഇത് കുറച്ച് ഗ്രേപ്സ് ആണ് കേട്ടോ. ഇതൊന്നും ഇനിയിപ്പോൾ ജ്യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനിപ്പോൾ ഇന്ന് രാത്രി നടക്കുമെന്ന് തോന്നുന്നില്ല, നാളെ പകലാക്കി വെക്കാം കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിൽ, പിസ്സ ഉണ്ടാക്കുമ്പോൾ എന്തായാലും സൺഫ്ലവർ ഓയിലൊക്കെ വേണമല്ലോ. പിന്നെ ഇത് പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ എനിക്ക് മെയിനായിട്ട് വേണ്ടത്. നല്ലൊരു പുട്ടാണ് കേട്ടോ. നല്ല നമ്മുടെ വൈറ്റ് കളർ പച്ചരി പുട്ടാണ്, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുട്ടാണ് കേട്ടോ. അങ്ങനെ പുട്ടിൻ്റെ മാവൊക്കെ എടുത്ത് വെച്ചു. പച്ചരി അതിനിടയ്ക്ക് ഞാൻ പോയപ്പോൾ റേഷൻ കടയിൽ 5 കിലോ പച്ചരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ടിന്ന് പോയി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടിന്നിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ വെക്കാമെന്ന് കരുതി. കാരണം ഗോതമ്പ് ഞാൻ രാവിലെ തന്നെ ഒന്ന് പൊടിച്ച് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പാർട്ടായിട്ട് ഗോതമ്പാക്കി എടുത്തത്. കുറച്ച് ഗോതമ്പൊന്ന് വറുത്തിട്ട് എടുത്തു, കുറച്ച് പച്ചയായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ അതുപോലെ പുട്ടിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതങ്ങ് ബോക്സിലാക്കി വെക്കണം. അതുപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബാക്കി സാധനങ്ങളെല്ലാം ഒരു ബോക്സിലോട്ടാക്കി അത് മാറ്റി വെച്ചു. അങ്ങനെ എല്ലാം എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടേ കിടക്കണുള്ളൂ എന്നുള്ള ഇതിൽ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് കഴിഞ്ഞപ്പോൾ എഡിറ്റിംഗ് കൂടെയൊക്കെ റെഡിയാക്കി വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാൻ കരുതി. എത്ര മണിയായാലും പ്രശ്നമൊന്നുമില്ല, ടൈം ഒരു പ്രശ്നമില്ലല്ലോ. സാധാരണ നോമ്പ് സമയത്ത് കുറച്ച് ഒരാഴ്ച മുന്നേ എങ്കിലും ചെയ്ത് വെക്കാറുള്ള പണികളാണ് കേട്ടോ ഇതൊക്കെ. പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് അങ്ങ് ലേറ്റ് ആയിപ്പോയി കേട്ടോ. കുറേ ഹോസ്പിറ്റലിൽ പോക്കും അതുപോലെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ, അത് കുറച്ചങ്ങ് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് കുറച്ചങ്ങ് ലേറ്റ് ആയത്. ഈ ഒരു തലേ ദിവസം പാതിരാത്രി വരെ ആയത് കേട്ടോ. അങ്ങനെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി കൊണ്ടുവെക്കേണ്ട സ്ഥാനത്തൊന്ന് വെക്കണം, അത്ര തന്നെ. അപ്പോൾ ഈ ഒരു ടിന്നുകളിലൊക്കെ മറ്റേ മാവും കൂടെ എടുത്ത് വെക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. മാവൊക്കെ എടുത്ത് വെച്ചിരുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സാണ്. അപ്പോൾ ജ്യൂസ് ആക്കുന്നതിന് വേണ്ടിയുള്ള ഓറഞ്ച് അതുപോലെ ഗ്രേപ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്രിഡ്ജിൽ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ റമദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട മെയിൻ ഒരു സംഭവമാണല്ലോ ഈന്തപ്പഴം. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടുന്ന് നമ്മൾ ബോക്സ് ടൈപ്പിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഷെയർ ആക്കി എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ദിവസത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ ഒരു സമാധാനമായി കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും